ഹായ് ഡിയർ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് ഈ ചൂടിനൊക്കെ കുടിക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡ്രിങ്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നമ്മൾ പഴവും പാലും ഒന്നും ഉപയോഗിക്കാതെയാണ് നമ്മുടെ ഈ ഡ്രിങ്ക് റെഡിയാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എങ്ങനെ ഇത് റെഡിയാക്കുന്നത് എന്നുള്ളത് നോക്കാം. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, പിന്നെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഈ നോമ്പിനൊക്കെ നമുക്ക് കുടിക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഡ്രിങ്കാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ റെഡിയാക്കുന്നത് എന്നുള്ളത് നോക്കാം. റെസിപ്പിയിലേക്ക് പോകാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ ഒരു 1/4 കപ്പ് ടാങ്ക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് ഇതേ സെയിം 1/4 കപ്പ് പാൽപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 സ്പൂണ് ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ പൊടിച്ച് വെച്ചത് ഉണ്ടായതുകൊണ്ടാണ് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കുന്നത്. അതിൽ നിങ്ങൾക്ക് പൊടിക്കാത്ത ഏലക്ക വേണമെങ്കിലും ഇതുപോലെ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 സ്പൂൺ ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ മധുരത്തിനനുസരിച്ചിട്ട് നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം. നമുക്ക് എത്രയാണോ നമ്മുടെ ഡ്രിങ്ക് റെഡിയാക്കേണ്ടതെന്ന് കരുതിയാൽ, ഞാൻ ഇപ്പോൾ 2 ഗ്ലാസ് ഡ്രിങ്കാണ് ഇവിടെ റെഡിയാക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് നല്ലതുപോലെ തന്നെ നമുക്കിതൊന്ന് അടിച്ചെടുക്കാം. ഇപ്പോൾ ഇത് നല്ലതുപോലെ തന്നെ അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് 2 ഗ്ലാസ് എടുത്തിട്ട് ഗ്ലാസ്സിലേക്ക് ഐസ് ക്യൂബ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിൽ ഐസ് വാട്ടർ അല്ല ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്, സാധാ പച്ചവെള്ളമാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് 2 ഗ്ലാസ്സിലേക്ക് ഐസ് ക്യൂബ് ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ അടിച്ച് വെച്ചിട്ടുള്ള നമ്മുടെ ഡ്രിങ്ക് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഇതുപോലെ നമ്മൾ ടാങ്ക് പൊടി കലക്കിയിട്ട് ഇതുപോലെ ഡ്രിങ്ക് ആക്കിയിട്ട് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. നമ്മൾ സാധാരണ ടാങ്ക് പൊടി പച്ചവെള്ളത്തിൽ ഇട്ട് അങ്ങനെ കലക്കി കുടിക്കാറാണല്ലോ. ഇതുപോലെ പാൽപ്പൊടി ഏലക്കാപ്പൊടിയൊക്കെ ചേർത്തിട്ട് ഉണ്ടാക്കിയിട്ട് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഞാൻ വേറൊരു വീഡിയോസായിട്ട് വീണ്ടും വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.